കുഞ്ഞുവാവേനെ കൂട്ടി ഇന്നൊരു ടാറ്റ പോകാൻ വേണ്ടി ഇറങ്ങിയതാ. പോകുന്ന വഴിക്ക് നമുക്കൊരു PSC ടെസ്റ്റ് കൂടെ നടത്തിയിട്ട് പോകാൻ വേണ്ടി കയറിയതാ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി ബ്ലഡും കൂടെ കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാവയും കൂടെ കൂട്ടിരുത്തിയതാ. എന്താണ് വാവയുടെ റിയാക്ഷൻ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും ബ്ലഡ് എടുത്തപ്പോൾ ആൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ബ്ലഡ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴും ആൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷേ കുത്തിക്കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ആ ഒരു പഞ്ഞിയൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ആൾ ഒന്ന് കരയൊക്കെ ചെയ്ത് കിട്ടും. പിന്നെന്തായാലും ഞങ്ങൾ പോയത് നേരെ കിങ്ങിണി കുഞ്ഞിൻ്റെ അപ്പ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പയെ കൂട്ടാൻ വേണ്ടി പോയതാണ്. അപ്പ ക്രിസ്മസിന് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ചെറുതായിട്ടൊന്ന് പറ്റിച്ച്. അപ്പോൾ അതുകൊണ്ട് ഇന്നാണ് അപ്പ വന്നത്. ന്യൂ ഇയർ പ്രമാണിച്ച് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നേരെ പോയി അപ്പേനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്നു. അപ്പോൾ അപ്പയ്ക്ക് ഒരേ സങ്കടം, കുഞ്ഞുങ്ങൾക്കൊന്നും വാങ്ങിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കുറേ കേക്കുകളൊക്കെ കിട്ടിയായിരുന്നു. അതുകൊണ്ട് കേക്കൊന്നും വേണ്ട, വേറെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും ആൾ ഓണായി. ആൾ ചെറിയൊരു മയക്കത്തിലേക്ക് പോയതാണ്. പിന്നെ ഓണായി കഴിഞ്ഞപ്പോഴത്തേക്ക് ദത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചതാണ്. മിക്കവാറും ഈ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദതെന്ന് പറയുന്നത് എനിക്ക് ഇവള് മാത്രമേ ഉള്ളൂ ഇങ്ങനെ പറയുന്നത്. അതിനൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇടയ്ക്ക് ഞാൻ 2-3 കുട്ടികളെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നായിരുന്നു. അപ്പോൾ അവരെല്ലാം ഇതേ ഒരു മെത്തേഡ് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദത് എന്നുള്ള ആ ഒരു ലൈൻ പറയുന്നത്. എന്തായാലും അങ്ങനെ പറഞ്ഞ് അപ്പയെ കൊണ്ട് ആവശ്യമില്ലാത്തൊക്കെ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്. ഇത് കുഞ്ഞാവയുടെ ഒരു സ്ഥിരം പരിപാടിയാണെന്ന് തോന്നുന്നു. വാവയുടെ കൂടെ എപ്പോഴും ഉള്ളവർക്ക് മാത്രമേ വാവയുടെ ചില രീതികളുമായിട്ട് ഇങ്ങനെ പൊരുത്തപ്പെട്ട് നിൽക്കുന്നുള്ളൂ. പുതിയതായിട്ട് വരുന്നവർക്ക് അവൾക്കറിയാം, പുതിയതായിട്ട് വരുന്നവർക്ക് ഒന്ന് താളത്തിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞുമാവ വീട്ടിൽ വന്ന് അപ്പയുടെ തോളത്തോട് പിന്നെ കയറി. പിന്നെ ഞങ്ങളെ ഒന്നും വേണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പിച്ചും മാന്തും ആടിയും പിടിയും ഒക്കെയുള്ള ബഹളങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പോകുന്നവരെയും അപ്പൂനെ കിട്ടിക്കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പൂനെ ആണെങ്കിൽ മാക്സിമം ഉപദ്രവിക്കുന്നതിൽ അത്ര ഉപദ്രവിച്ച് ആള് അതാണ് ഇപ്പോഴത്തെ ഒരു സ്വഭാവ വൈകൃതം. ഓക്കെ, എന്നാലും ഹാപ്പിയാണ്. ഹാപ്പി ലൈഫ്.